വെൽക്കം ബാക്ക് ടു Onevestor. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷനെ പറ്റിയും അതുപോലെ മ്യൂച്വൽ ഫണ്ട്സിന്റെ ഡിഫറെന്റ് പ്ലാൻസിനെ പറ്റിയുമാണ്. മ്യൂച്വൽ ഫണ്ട്സിനെ ഞാൻ 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ മ്യൂച്വൽ ഫണ്ട്സിന്റെ ഡിഫറെന്റ് പ്ലാൻസിനെ ഞാൻ 2 രീതിയിലുമാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് സ്റ്റൈലിനെ ബേസ് ചെയ്താണ്. അതായത് ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ്ലി മാനേജ്ഡ് ആകാം അല്ലെങ്കിൽ പാസീവ്ലി മാനേജ്ഡ് ആകാം. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ ടെന്യൂറിനെ ബേസ് ചെയ്താണ്. അതായത് ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഓപ്പൺ എൻഡഡ് ആവാം അല്ലെങ്കിൽ ക്ലോസ് എൻഡഡ് ആവാം. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ അസറ്റ് ക്ലാസിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഇക്വിറ്റി ഫണ്ട് ആവാം അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ട് ആകാം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഫണ്ട് ആവാം. അതുപോലെ ഒരു ഇൻഡിവിജ്വൽ മ്യൂച്വൽ ഫണ്ട് പ്ലാനിനെയോ സ്കീമിനെയോ ഞാൻ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒരു ഇൻഡിവിജ്വൽ മ്യൂച്വൽ ഫണ്ട് സ്കീമോ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് പ്ലാനോ എന്ന് പറയുന്നത് അത് ഡയറക്റ്റ് പ്ലാൻ ആവാം അല്ലെങ്കിൽ റെഗുലർ പ്ലാൻ ആവാം. അതുപോലെ അത് ഗ്രോത്ത് പ്ലാൻ ആവാം അല്ലെങ്കിൽ ഡിവിഡൻഡ് പ്ലാൻ ആവാം അല്ലെങ്കിൽ ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആവാം. സോ ഇതൊക്കെ എന്താണെന്നാണ് ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഈ രീതിയിൽ മ്യൂച്വൽ ഫണ്ട്സിനെ ക്ലാസിഫൈ ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫണ്ട് എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ SBI ബ്ലൂ ചിപ്പ് ഫണ്ട്. ഇതെന്ന് പറയുന്നത് ആക്റ്റീവ്ലി മാനേജ്ഡ് ആവാം, പാസീവ്ലി മാനേജ്ഡ് ആവാം, അതുപോലെ ഓപ്പൺ എൻഡഡ് ആവാം, ക്ലോസ് എൻഡഡ് ആവാം, അതുപോലെ ഇക്വിറ്റി ഫണ്ട് ആവാം അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ട് ആവാം അല്ലെങ്കിൽ ബാലൻസ് ഫണ്ട് ആവാം. ഇതെല്ലാം കൂടെ ആവില്ല. അതുപോലെ തന്നെ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് 2 ഓപ്ഷൻ വരും. അതിൻ്റെ ഗ്രോത്ത് പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യണോ ഡിവിഡൻഡ് പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്റ്റ് പ്ലാൻ വാങ്ങിക്കണോ അല്ലെങ്കിൽ റെഗുലർ പ്ലാൻ വാങ്ങിക്കണോ എന്ന്. ഈ എപ്പിസോഡിൽ ഞാൻ ഈ ക്ലാസിഫിക്കേഷൻ്റെ ഒരു ക്വിക്ക് സമ്മറി മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ എൻ്റെ അപ്കമിംഗ് എപ്പിസോഡിനകത്ത് ഞാൻ ഈ ക്ലാസിഫിക്കേഷനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. മ്യൂച്വൽ ഫണ്ട്സിനെ അതിൻ്റെ മാനേജ്മെൻറ്റ് സ്റ്റൈൽ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ 2 ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആണ് ബേസിക്കലി ഉള്ളത്. ആക്റ്റീവ്ലി മാനേജ് ഫണ്ട്സും പാസീവ്ലി മാനേജ് ഫണ്ട്സും. ആക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ആ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ആ ഫണ്ടിൻ്റെ മാനേജറാണ് ഏത് സ്റ്റോക്കിലാണോ അല്ലെങ്കിൽ ഏത് സെക്ടറിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത്. സോ ആ ഫണ്ട് മാനേജർ ഏത് സ്റ്റോക്കിലാണോ അല്ലെങ്കിൽ ഏത് സെക്ടറിലാണോ ഗ്രോത്ത് കാണുന്നത് അതിലായിരിക്കും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ട്സിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ആ ഫണ്ടിൻ്റെ മാനേജറിനെയും അതുപോലെ ഓവറോൾ മാർക്കറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പാസീവ്ലി മാനേജ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡെക്സിനെയോ അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്കിനെയോ ബേസ് ചെയ്തിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഫണ്ടാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് SBI നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. ആ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ആ ഫണ്ട് നിഫ്റ്റി 50 ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു ഫണ്ടാണ്. പാസീവ്ലി മാനേജ് ഫണ്ട്സിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് ഏത് ഇൻഡെക്സിനെയാണോ ബേസ് ചെയ്തിരിക്കുന്നത് ആ ഇൻഡെക്സിൻ്റെ റിട്ടേൺസ് ഇൻവെസ്റ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ SBI നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത് നിഫ്റ്റി 50 ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് ഇറക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഫണ്ടിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് നിഫ്റ്റി 50യുടെ പെർഫോമൻസുമായിട്ട് ഏകദേശം സെയിം ആയിരിക്കും. അതായത് നിഫ്റ്റി ഇപ്പം അടുത്ത 6 മാസം ഫ്ലാറ്റ് ആണെങ്കിൽ ഈ ഫണ്ടിൻ്റെ പെർഫോമൻസും ഫ്ലാറ്റ് ആയിരിക്കും. അതുപോലെ ഇപ്പം നിഫ്റ്റി ഇപ്പം അടുത്ത 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ഡബിൾ ആയെങ്കിൽ ഈ ഫണ്ടും ഡബിൾ ആയിട്ടുണ്ടായിരിക്കും. ഈ ഫണ്ടുകൾ പാസീവ്ലി മാനേജ്ഡ് ആണെന്ന് പറയാൻ കാര്യമാണ് ഈ ഫണ്ടിൻ്റെ ഫണ്ട് മാനേജേഴ്സിന് തീരുമാനിക്കാൻ പറ്റത്തില്ല ഏത് സ്റ്റോക്ക് വാങ്ങിക്കണമെന്നുള്ളത്. ഈ ഫണ്ടുകൾ ഏത് ഇൻഡെക്സിനെയാണോ ഫോളോ ചെയ്യുന്നത് ആ ഇൻഡെക്സിലുള്ള സ്റ്റോക്സ് മാത്രമേ ഇവർക്ക് വാങ്ങിക്കാനൊക്കത്തുള്ളൂ. അതും ആ ഇൻഡെക്സിൻ്റെ അകത്ത് ആ സ്റ്റോക്സിൻ്റെ വെയിറ്റേജ് എത്രയാണോ ആ വെയിറ്റേജ് അനുസരിച്ച് മാത്രം. അതായത് പാസീവ്ലി മാനേജ് ഫണ്ട് എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ടാണ്. അവർ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അവർ ഏത് ഇൻഡെക്സിനാണോ ഫോളോ ചെയ്യുന്നത് ആ ഇൻഡെക്സിൽ വരുന്ന ചേഞ്ചസ് നോട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് ബൈങ്ങിങ് സെല്ലിങ്ങും നടത്തുക. അതുകൊണ്ട് തന്നെയാണ് പാസീവ്ലി മാനേജ് ഫണ്ട്സിൻ്റെ ആനുവൽ ചാർജ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. പാസീവ്ലി മാനേജിൻ്റെ ആനുവൽ ചാർജസ് എന്ന് പറയുന്നത് ഏകദേശം 0.1% ഒക്കെ വരുന്നുള്ളൂ. ഇപ്പം ആക്റ്റീവ്ലി മാനേജ്ഡ് ആണെങ്കിൽ അപ് ടു 2.5% ഒക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇനി മ്യൂച്വൽ ഫണ്ട്സിനെ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ടെന്യൂർ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ 3 ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആണുള്ളത്. ഓപ്പൺ എൻഡഡ് ഫണ്ട്സ്, ക്ലോസ് എൻഡഡ് ഫണ്ട്സ്, അതുപോലെ ഇൻ്റർവൽ ഫണ്ട്സ്. ഓപ്പൺ എൻഡഡ് ഫണ്ട്സ് എന്ന് പറയുന്നത് ആ പേര് പറയുന്ന പോലെ തന്നെ നമുക്ക് ആ ഫണ്ട്സ് എപ്പോൾ വേണമെങ്കിലും വാങ്ങിക്കാനും വിൽക്കാനും പറ്റും. ക്ലോസ് എൻഡഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തെ സമയം കിട്ടും. ആ സമയത്ത് മാത്രമേ നമുക്ക് ആ ഫണ്ടിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തൊരു ലോക്കും ഉണ്ട്. അതിപ്പം 3 ഇയേഴ്സ് അറൗണ്ട് ആണെന്ന് തോന്നുന്നു. ആ 3 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫണ്ട് വിൽക്കാനൊക്കത്തുള്ളൂ. ഇൻ്റർവൽ ഫണ്ട്സ് എന്ന് പറയുന്നത് ഈ ഓപ്പൺ എൻഡഡ് ഫണ്ട്സിൻ്റെയും ക്ലോസ് എൻഡഡ് ഫണ്ട്സിൻ്റെ ഒരു മിക്സ് ആണ്. കാരണം ഇൻ്റർവൽ ഫണ്ട്സ് എന്ന് പറയുന്നത് ഓരോ വർഷം സർട്ടൺ പീരീഡ് ഓപ്പൺ ആയിട്ടിരിക്കും. അത് കഴിഞ്ഞത് ക്ലോസ്ഡ് ആയിരിക്കും. അത് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും റിഡീം ചെയ്യാനും പറ്റും. അതുപോലെ ക്ലോസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അത് ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റും പറ്റത്തില്ല, അതുപോലെ അത് റിഡീം ചെയ്യാനും പറ്റത്തില്ല. ഇനി മ്യൂച്വൽ ഫണ്ട്സിനെ അതിൻ്റെ അസറ്റ് ക്ലാസ് ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ 3 കാറ്റഗറീസ് ആണ് മെയിൻലി ഉള്ളത്. ഇക്വിറ്റി ഫണ്ട്സ്, ഡെറ്റ് ഫണ്ട്സ്, അതുപോലെ ബാലൻസ് ഫണ്ട്സ്. ഇക്വിറ്റി ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ആ ഫണ്ടിൻ്റെ മെജോറിറ്റിയും ഇക്വിറ്റി സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഡെറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ആ ഫണ്ടിൻ്റെ മെജോറിറ്റിയും ഡെറ്റ് സെക്യൂരിറ്റീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസും കോർപ്പറേറ്റ് ബോൺസും ഇതെല്ലാം വരും. ബാലൻസ് ഫണ്ട് എന്ന് പറയുന്നത് ഇക്വിറ്റി ഫണ്ട്സിൻ്റെയും ഡെറ്റ് ഫണ്ട്സിൻ്റെയും ഒരു ഹൈബ്രിഡാണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഫണ്ടിനെ നമ്മൾ ഹൈബ്രിഡ് ഫണ്ട്സ് എന്ന് വിളിക്കും. ഈ ഹൈബ്രിഡ് ഫണ്ട്സിൻ്റെ സർട്ടൺ പെർസെൻറ്റേജ് ഇക്വിറ്റി സ്റ്റോക്സിലും അതുപോലെ ബാക്കി പെർസെൻറ്റേജ് ഡെറ്റ് സെക്യൂരിറ്റീസിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ 3 രീതിയിലാണ് നമുക്കൊരു മ്യൂച്വൽ ഫണ്ടിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു ഫണ്ട് എടുത്താലും അതിന് ഈ 3 കാറ്റഗറിയിലെ ഏതെങ്കിലും ഒരു ഫീച്ചർ കാണും. ഫോർ എക്സാമ്പിൾ ആക്സിസിൻ്റെ ലോങ് ടേം ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്ന ഒരു ടാക്സ് പ്ലാൻ ഉണ്ട്. അതിനെ ഞാനിപ്പം ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതൊരു ആക്റ്റീവ്ലി മാനേജ് ഫണ്ടുമാണ്, അതുപോലെ അതൊരു ഓപ്പൺ എൻഡഡ് ഫണ്ടുമാണ്, അതുപോലെ തന്നെ അതൊരു ഇക്വിറ്റി ഫണ്ടുമാണ്.
പക്ഷേ ഒരു ഫണ്ടിന് തന്നെ ആക്റ്റീവ്ലി മാനേജറും പാസീവ്ലി മാനേജറും കൂടെ ആകാൻ പറ്റത്തില്ല. ഇത്രയും നേരം ഞാൻ മ്യൂച്വൽ ഫണ്ടിനെ ബ്രോഡായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഇനി നമ്മളൊരു ഇൻഡിവിജ്വൽ മ്യൂച്വൽ ഫണ്ട് സ്കീമിനെ അല്ലെങ്കിൽ പ്ലാനിനെ എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു ആക്സിസിൻ്റെ ലോങ് ടേം ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്ന ഒരു ടാക്സ് സീറോ പ്ലാൻ ഉണ്ട്. ഇപ്പം ഒരാളത് പർച്ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അയാൾക്ക് വീണ്ടും അതിൻ്റെ അകത്ത് തന്നെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കിട്ടും. അതായത് ആ പ്ലാനിന് തന്നെ റെഗുലർ പ്ലാൻ കാണും, ഡയറക്റ്റ് പ്ലാൻ കാണും, അതുപോലെ ഗ്രോത്ത് പ്ലാൻ കാണും, അതുപോലെ ഡിവിഡൻഡ് പ്ലാനും കാണും. ഓരോ മ്യൂച്വൽ ഫണ്ട് സ്കീമിനും ഒരു റെഗുലർ പ്ലാൻ ഉണ്ട്, അതുപോലെ ഒരു ഡയറക്റ്റ് പ്ലാനും ഉണ്ട്. റെഗുലർ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ഏജൻറ്റ് ത്രൂവോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ത്രൂവോ അല്ലെങ്കിൽ അഡ്വൈസർ ത്രൂവോ വാങ്ങിക്കുന്ന പ്ലാനാണ് റെഗുലർ പ്ലാൻ എന്ന് പറയുന്നത്. ഡയറക്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന പ്ലാനാണ് ഡയറക്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. റെഗുലർ പ്ലാനിൻ്റെയും ഡയറക്റ്റ് പ്ലാനിൻ്റെയും മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ റെഗുലർ പ്ലാനിൽ നമ്മൾ ആനുവലി ഏകദേശം 2.5% ആണ് മ്യൂച്വൽ ഫണ്ടിന് കമ്മീഷൻ കൊടുക്കുന്നതെങ്കിൽ ഡയറക്റ്റ് പ്ലാനിൽ ഒരു 1% അതിനേക്കാൾ താഴെയായിരിക്കും. അതായത് റെഗുലർ പ്ലാനിൻ്റെ ആനുവൽ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 2.5% ആണ്, ഡയറക്റ്റ് പ്ലാനിൻ്റെ ആ സ്ഥാനത്ത് 1.5% കാണത്തുള്ളൂ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ റെഗുലർ പ്ലാനിൽ ആ ഫണ്ടിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ആരാണോ അവരുടെ കമ്മീഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡയറക്റ്റ് പ്ലാനിൽ ആ ഡിസ്ട്രിബ്യൂട്ടർ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കമ്മീഷൻ അവിടെ കുറവായിരിക്കും. അതുപോലെ മിക്ക മ്യൂച്വൽ ഫണ്ട് സ്കീംസിന് ഒരു ഗ്രോത്ത് പ്ലാനും കാണും, അതുപോലെ ഒരു ഡിവിഡൻഡ് പ്ലാനും കാണും. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഗ്രോത്ത് പ്ലാൻ ഇൻവെസ്റ്റേഴ്സിന് ഒരു ഡിവിഡൻഡും പേ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഡിവിഡൻഡ് പ്ലാൻ ആണെങ്കിൽ ആനുവലി ആ ഫണ്ട് ഒരു ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻവെസ്റ്റേഴ്സിന് ഡയറക്റ്റ് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ്. മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഡിവിഡൻഡ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു സ്റ്റോക്കിൻ്റെ ഡിവിഡൻഡ് പോലെയല്ല. അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുന്നതും അതുപോലെ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഒരു സ്റ്റോക്ക് ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുമ്പോഴും നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ സെയിം തന്നെ ആയിരിക്കും. പക്ഷേ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നാണ് അവർ ആ ഡിവിഡൻഡ് തിരിച്ചു തരുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം ഇൻഫോസിസിൻ്റെ അകത്ത് 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, അവരൊരു 1000 rupees എനിക്ക് ഡിവിഡൻഡ് തരുവാണെങ്കിൽ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോഴും അവിടെ 1 lakh rupees തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് ഞാൻ 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, അവരൊരു 10,000 rupees ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും എൻ്റെ ഫണ്ടിൻ്റെ വാല്യൂ അവിടെ ആ 10,000 തന്നെ താഴ്ന്നിട്ടുണ്ടായിരിക്കും. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ, അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.